പ്രസ്ഥാനം എന്ന് നമ്മൾ പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. മഹാപ്രസ്ഥാനം എന്ന് പോപ്പുലറായിട്ടുള്ളൊരു പദം ഉണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മുടെ മഹാപ്രസ്ഥാനം എന്നൊക്കെ പറയായിരിക്കും. അതല്ല, മഹാപ്രസ്ഥാനം എന്നുള്ളതിൻ്റെ അർത്ഥത്തിന് വളരെ നിഗൂഢമായ അർത്ഥതലങ്ങൾ ഉണ്ട്. അത് ധന്യമീ ജീവിതത്തിൽ പരമാവധി 10 മിനിറ്റിൽ ഒതുക്കുന്നത് എങ്ങനെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇത് പരിപാടി കേൾക്കുന്ന ഒരു സ്ത്രീ, ബോംബെന്ന് വന്നൊരു സ്ത്രീ ഇന്ന് കാണാൻ വന്നപ്പോൾ പലപ്പോഴും അത് പെട്ടെന്ന് തീർന്നു പോകുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാം, 10 മിനിറ്റിൽ ഒതുക്കണ്ടേ. പാണ്ഡവന്മാരും പാഞ്ചാലിയും കൂടിയിട്ടുള്ള ജീവിതത്തിന്റെ അവസാന യാത്രയാണ് മഹാപ്രസ്ഥാനം എന്ന് പറയുന്നത്. അവര് മഹാപ്രസ്ഥാനമായിട്ട് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ പല ഭാഗത്തു നിന്ന് എത്തുമ്പോൾ ഗൈഡുമാർ പറഞ്ഞു തരും, ഇവിടെയാണ് ഇന്നാള് വീണത്, ഇന്നാളെ മഹാപ്രസ്ഥാനത്തിൽ വന്നിട്ട് പ്രകൃതിയിൽ ലയിച്ചത് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞു തരും. ധർമ്മപുത്രർ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ 5 ആളാണല്ലോ. അവരുടെ പത്നിയാണ് പാഞ്ചാലി. ഇവരാരും 6 പേരുടെയും ജീവിതത്തിന്റെ അവസാനമാണ് മഹാപ്രസ്ഥാനം. ഇവർ 6 പേരും കൂടിയിട്ട് അങ്ങോട്ട് ഒരുമിച്ച് ഇനി നമുക്ക് പോവാം, ജീവിതമൊക്കെ കഴിഞ്ഞു, അങ്ങനെയൊന്നും ആലോചിച്ച് നമ്മൾ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഉണ്ടായത്, അങ്ങനെ പോകുമെന്നല്ല. നമ്മളുടെ ജീവിതത്തിന്റെ കഥയാണ് വ്യാസൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ കഥ? 5 കോശങ്ങൾ ചേർന്നാണ് ശരീരം. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം. ഇത് 5ഉം ചേർന്നതാണ് നമ്മുടെ ശരീരം. ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന PR നാഥന്റെ ശരീരത്തിനകത്ത് ഈ 5 ഘടകങ്ങളും ഉണ്ട്. ഇത് കേൾക്കുന്നവർക്കും ഉണ്ട്. അന്നമയകോശവും പ്രാണമയകോശവും മനോമയകോശവും. അതിന്റെ പ്രവർത്തന രീതിയും അത് എങ്ങനെ അവസാനിക്കണു തുടങ്ങിയ കാര്യങ്ങളെ കഥാരൂപത്തിൽ വേദവ്യാസൻ നമുക്ക് പറഞ്ഞു തന്നു. അത് ഏത് ദിവസം ഉണ്ടായത്, എത്രാം തീയതി ഉണ്ടായത്, എങ്ങനെ തന്നെ ഉണ്ടായത്, ഇവര് നടന്നു പോകുമ്പോ എങ്ങനെ ഉണ്ടായത്, ഈ 5 കോശവും കൂടി ചേർന്നതിനെ നമ്മൾ ഓരോരുത്തരും, ഞാൻ എന്നെ PR നാഥനായിട്ടും നിങ്ങൾ ഇന്ന ആളായിട്ടും നിങ്ങൾ സങ്കല്പിക്കുന്നു. അതിനെയാണ് ശരീരാഭിമാനം എന്ന് പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നത്, സംസാരിക്കുന്നത് PR നാഥനാണെങ്കിലും നിങ്ങളിപ്പോ വിചാരിക്കണത് എൻ്റെ ഈ 5 കോശങ്ങളെ മറന്നു, എന്നിലെ ധർമ്മപുത്രരെയൊക്കെ മറന്നു. ശരീരമാകുന്ന അഭിമാനം, അയാൾ ഇന്ന ആളാട്ടോ, അതിൻ്റെ പേരാണ് പാഞ്ചാലി. നമ്മളുടെ കൂടെ, എല്ലാവരുടെ കൂടെ ഒരു പാഞ്ചാലി ഉണ്ട്. ആ പാഞ്ചാലി എന്ത് ചെയ്യണു? ഞാൻ ഇന്ന ആളാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിട്ട് ഓടിച്ചെന്നു ഒരാളുടെ നേരെ, അയാളെ തല്ലാൻ. അത് ഓടിയതാരാ? അന്നം കൊണ്ട് വളർന്നു വലുതായ അന്നമയകോശം ആണ് ഓടിയത്. നിങ്ങൾ കണ്ടു, ഇത് PR നാഥന തിരിച്ചറിഞ്ഞു. ശ്വാസം ശ്വസിച്ചുകൊണ്ടാണ് പോയത്.
നന്ദനെ ഞാൻ കാണിച്ചു തരാം. ഭീമസേൻ. അവന്റെ കരണക്കുട്ടിക്ക് 2 കൊടുക്കണം എന്ന് വിചാരിച്ച് എന്നിലെ മനോമയ കോശം മനസ്സുകൊണ്ട് നിശ്ചയിച്ചിട്ടല്ലേ ഇവിടുന്ന് എണീറ്റത്. ഈ കാൽക്കുലേഷനൊക്കെ എവിടെയാണ്? എന്റെ മനസ്സിലാ. മനോമയ കോശം വിജ്ഞാനമയ കോശത്തിലാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന പ്രവചന ശക്തി ആനന്ദമയ കോശമാണ്. ഈ 5 പേരും കൂടിയിട്ടാണ് പോയിട്ട് വേറെ ആളെ തല്ലി. ഇതിന് ധർമ്മപുത്രർ പങ്കുവച്ചു. ഭീമസേനും അർജുനനും നകുലനും ഒക്കെ പങ്കുണ്ട്. സഹദേവൻ നിസ്സാരക്കാരൻ. സഹദേവനാണല്ലോ പ്രവചിച്ചത്, ഇപ്പം അങ്ങോട്ട് പോയിക്കോ, ഒരു 5 അടി അങ്ങോട്ട് ഓടിയെത്തിയാൽ മറ്റാളുടെ അടുത്ത് എത്തും. കരണക്കുട്ടിക്ക് നോക്കി കൊടുക്കാനുള്ള പ്രവചനം എനിക്ക് തന്നു. വിജ്ഞാനം നകുലൻ തന്നു. 5 പേരാണ്. എന്നിട്ട് ഇത്രയും ചെയ്തിട്ട് നാളെ പോലീസ് കേസ് വരുമ്പോ കുറ്റാർക്കറിയാം? ഈ 5 ആളെയും അല്ല, PR നാഥൻ അയൽവാസിയെ തല്ലി. അത് ഞാനാകുന്ന ശരീരാഭിമാനമാണ് ഈ പേര്. ഇതാണ് പാഞ്ചാലിക്ക് സംഭവിച്ചത്. പാഞ്ചാലി വെച്ച് ഞാൻ തെറ്റവും ചെയ്തിട്ടില്ലല്ലോ. കഥയുടെ ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കാതെ മഹാഭാരതം വായിച്ചാൽ ഇവർ 5 പേരും കൂടിയിട്ട് ചൂത് കളിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്നെ പണയം വെക്കി. പാഞ്ചാലിയാണ് അവമാനിച്ചത്. ശ്രദ്ധിച്ചോ? അപമാനിച്ചത് ആരെയാണ്? പാഞ്ചാലിയെ. നമ്മളിലെ പാഞ്ചാലിയെ അവമാനിക്കാൻ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളിലെ പാഞ്ചാലി ഇന്ന ആളാണ് ചെയ്തത്, നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മോശമായുള്ള പോസ്റ്റ് നിങ്ങളുടെ പേര് എഴുതിയിട്ടാ വരിക. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ ജീവിതത്തിലേക്ക് കിടക്കൂ. ആദ്യം മരിച്ചതാരാ? പാഞ്ചാലി. നമ്മുടെ ജീവിതാന്ത്യത്തിൽ ആദ്യം പോകുന്നതാരാ? ഞാൻ ഇന്ന ആളാണ് എന്നുള്ള ശരീരാഭിമാനം അങ്ങോട്ട് പോയി. ഫസ്റ്റ് കുട്ടികൃഷ്ണൻ നായർ മൂക്കുത്തി വീണു. ഇപ്പൊ അവിടെ ഇന്നിപ്പോ കുട്ടികൃഷ്ണൻ നായർ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. പേഷ്യന്റ്. ഞാൻ ശരീരമാണെന്നുള്ള വിചാരമില്ല, നഗ്നതയില്ല, വസ്ത്രം വേണമെന്നില്ല, അതൊന്നുമില്ല. പാഞ്ചാലിയാണ് ആദ്യം കുഴഞ്ഞു വീണ് മരിച്ചത്. ഞാൻ ശരീരമാകുന്നു എന്ന അഭിമാനം. പിന്നീട് സഹദേവൻ. സഹദേവൻ എന്ന് പറഞ്ഞാൽ പ്രവചന ശക്തി. അതിന്റെ കഥാരൂപമാണ് സഹദേവൻ ജ്യോത്സ്യനായിരുന്നു എന്നൊക്കെ. നമ്മുടെ പ്രവചന ശക്തിയാണ് പിന്നെ നശിക്കുക. ആദ്യം പേഷ്യൻ്റായി, ICUലായി. അയാൾക്ക് ഒന്നും ഓർമ്മ കിട്ടുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല, മറവി രോഗം വന്നിരിക്കുന്നു. പിന്നീട് നകുലം പോയി, വിജ്ഞാനമയ കോശം. അയ്യോ അച്ഛാ, ഇത് എത്ര തവണയാണ് കഴിഞ്ഞ തവണ വിറ്റേ? കണക്ക് പറയാറുകൂടാ. വിജ്ഞാനമൊക്കെ പോയി. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നല്ല കേട്ടോ, ഈ തേങ്ങയുടെ കണക്ക് പറയുന്നതല്ല, ഞാൻ ചുരുക്കി പറഞ്ഞത്. പിന്നീട് മനസ്സ് പോയി. അർജുനനും പോയതിനു ശേഷം ശ്വാസഭുക്തി നിലച്ചു. ഭീമസേൻ. പിന്നെ ആരാ ബാക്കി? ധർമ്മപുത്രർ. ഈ ധർമ്മം ചെയ്തതും ഇതൊക്കെ ചെയ്ത് ഈ കൈകാലുകൾ വെച്ച ആ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നത് ധർമ്മപുത്രനാണ്. ഇതൊരു വ്യാഖ്യാനം മാത്രം കേട്ടോ. ഡെഡ് ബോഡിയെ പറ്റി പറയുമ്പോൾ വേറെ പലതൊക്കെ പറയേണ്ടി വരും. ഇപ്പൊ തൽക്കാലം ഈ 5 സഹോദരങ്ങളും അവർക്കൊരു ഭാര്യയല്ലേ ഉണ്ടാവാൻ പറ്റൂ? എങ്ങനെ അവർക്ക് 5 ഭാര്യ ഉണ്ടാവാൻ പറ്റൂ? 5 സഹോദരങ്ങൾക്ക് 5ഉം ഈ ശരീരത്തിന്റെ ഒരു ഭാഗമല്ലേ? അപ്പൊ ശരീരാഭിമാനം ഉണ്ടായിട്ട് ഇത് ഗോപാലൻകുട്ടിയാന്ന് പറഞ്ഞാൽ ഇത് ഗോപാലൻകുട്ടി ശങ്കരൻകുട്ടിയും
വിലാസിനിയും കൂടി ചേർന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പാഞ്ചാലി 5 കൂടി ചേർന്ന്. ആ ധർമ്മപുത്രർ മാത്രം അവസാനമാണ് വീണത്. കൂടെ ഒരു നായയും ഉണ്ടായിരുന്ന കഥ നമുക്കറിയാം. നായ, പൂച്ച, മുയല്, ആമ എന്നൊക്കെ പറയുമ്പോൾ പ്രതീകാത്മകമായിട്ട് എന്താണ് ഉദ്ദേശം? പ്രതീകാത്മകം എന്ന് പറഞ്ഞാലും പ്രതീകമല്ല കേട്ടോ. കാരണം ഈ ഗുണം അതിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണല്ലോ പ്രതീകം എന്ന് പറഞ്ഞത്. അയാൾ ആചാരബാഹുര ആനയെ പോലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇയാൾ ആനയാന്നല്ല, ആനയ്ക്കുള്ള തടിമുടിപ്പും ശേഷിപ്പും ഒക്കെ ഇയാളിലുണ്ട് എന്നാണ്. കണ്ടിട്ട് ഇന്ന ആളെ പോലെ തോന്നി പറഞ്ഞാൽ ആ ആളുടെ ഗുണങ്ങൾ ഇതിൽ കുറെ ഉണ്ട്. ഇതേമാതിരി ഈ 5 ഘടകങ്ങളുടെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഈ നായ നോക്കിക്കൊണ്ടിരിക്കണോ, പിന്നാലെ വരണമെന്ന് പറഞ്ഞാൽ നായയെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പക്ഷേ സഗുണ പരബ്രഹ്മത്തിലാണ് ഇതൊക്കെ. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ശരീരം പരിശോധിച്ചാൽ അന്നമയകോശം ഇതുവരെ, പ്രാണമയകോശം അങ്ങനെ പറയാൻ പറ്റില്ല. ആ വീക്ഷണത്തിൽ നോക്കിയത് ശരിയല്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞ വീക്ഷണത്തിൽ ഇത് മുഴുവൻ പ്രകൃതിയുടെ ഭാവങ്ങളാണെങ്കിൽ, ഇത് സഗുണബ്രഹ്മമാണെങ്കിൽ നിർഗുണബ്രഹ്മമുണ്ട്, നിർഗുണബ്രഹ്മവും ഉണ്ട്. നിർഗുണബ്രഹ്മം ചാരത്തെ ഇഷ്ടപ്പെടുന്നു. നിർഗുണബ്രഹ്മമാണ് നായ. അതാണ് നായക്ക് ചിലവൃത്തിയിൽ ചില പരിമിതികളുണ്ട്. അവിടെ നായ കയറണ്ട, നായ ചെയ്തു, അത്ര ആദരിക്കപ്പെടേണ്ടതല്ല എന്നൊരു 2ാം സ്ഥാനം വരാൻ കാരണം സഗുണ പരബ്രഹ്മത്തെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നായ പ്രതിദാനം ചെയ്യുന്നത് നിർഗുണ പരബ്രഹ്മത്തെയാണ്. ഇതിപ്പോ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ഇവര് പോയി എന്നല്ല ഇതിന്റെ കാര്യം. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളിവിടെ എത്തുകയില്ല. മഹാഭാരതം വായിക്കുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പലയിടത്തിലും യാത്ര പോകുമ്പോൾ ചിലർ ചോദിക്കും, ആ ഭീമസേനം വീണത് ഇന്ന സ്ഥലത്താണല്ലേ? ചോദിക്കും. ഒന്നാമത് ഈ സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ മാറി. അവിടെ വിചാരിച്ചു അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ ചർച്ച ചെയ്തത്. നമ്മളിപ്പോ ഈ വിഷയം ചർച്ച ചെയ്തത് ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായത് കൊണ്ടാണല്ലോ. അതിന് പ്രാധാന്യമുണ്ട്. ഇതിന്റെ വലിയ ആശയത്തിലേക്ക് കടക്കുന്നതാണ് കൂടുതൽ സന്തോഷപ്രദമെന്ന് ചിന്തിച്ച് വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.